ഹലോ നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇന്ന് രംഗപ്രവേശം ചെയ്യാണല്ലോ. ആരാണെന്ന് കാണാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലിയെ ചെന്ന് കാണുകയാണ്. സ്റ്റാൻലിയുടെ മകൾ അലീന തന്നോടൊപ്പം ഉണ്ടെന്നും അവളെ താൻ ഇവിടെ കൊണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏറ്റെടുക്കാൻ സ്റ്റാൻലി തയ്യാറാണോന്നും ചോദിക്കുകയാണ് കേട്ടോ. ആദ്യമേ തന്നെ സ്റ്റാൻലി അതിനെയൊക്കെ ഒന്ന് എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിച്ചതിന് ശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോളെ അവളെ ഞാൻ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ അലീനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെയുണ്ട്. അതിനുശേഷം കടപ്പാട്ടൂരെ വീട്ടിലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബബിത വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. വൈജയോട് വല്ലാതെ ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറുകയാണ് ബബിത. എല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാണ്, എതിർത്ത് സംസാരിക്കുകയാണ് വൈജയോട്. ആ ഒരു രംഗങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അലീന സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ കുളത്തുപുഴയിൽ എത്തുകയാണ് കേട്ടോ. അവിടെ അലീന എത്തുമ്പോഴേക്കും തന്നെ അലീനയ്ക്ക് അവിടെ പലവിധ പ്രതിബന്ധങ്ങളും നേരിടേണ്ടതായിട്ട് വരികയാണ്. കാരണം സ്റ്റാൻലിയുടെ വീട്ടുകാരും പെങ്ങന്മാരും സുഹൃത്തുക്കളും എന്തിന് വേലക്കാർ വരെ സ്വത്തിന് അവകാശികളാകാൻ കാത്തിരിക്കുകയാണ്. അലീന വരുന്നതോടുകൂടി അതെല്ലാം നഷ്ടമാവുമെന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ കൊന്നു തന്നെ കളയാനോ ഒക്കെ അവർ തീരുമാനിക്കുന്നുണ്ട്. അതിനെയൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അലീനയ്ക്ക്. വൈജയന്തി ബബിതയുടെ റൂമിന്റെ വാതിക്കിലേക്ക് ചെന്നൊന്ന് നോക്കി. തലമുടി വിരലേട്ട് ചുറ്റിക്കൊണ്ട് കസേരയിൽ ഇരിപ്പുണ്ട് ബബിത. മേശപ്പുറത്ത് നിവർത്തി വെച്ച പാഠപുസ്തകത്തിലല്ല അവളുടെ കണ്ണ്, മറ്റെന്തോ ആലോചനയിലാണ്. പെട്ടെന്ന് വൈജ ചോദിക്കുകയാണ്, നീ പഠിക്കുകയാണോ അതോ സ്വപ്നം കാണുകയാണോ? ബബിത മെല്ലെ തല തിരിച്ചു നോക്കി. ഞാൻ കുറെ നേരമായിട്ട് കാണുന്നുണ്ട് നീ പുസ്തകത്തിലോട്ട് നോക്കുന്നു പോലുമില്ല. ആരെ കാണിക്കാനാ അതിങ്ങനെ തുറന്നു മലർത്തി വെച്ചിരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ബബിത, അങ്ങനെ ടിക്കറ്റ് ഒന്നും വെച്ചിട്ടല്ല, ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. മര്യാദയ്ക്ക് സംസാരിച്ച് പഠിക്കടി ആദ്യം. എന്തു പറഞ്ഞാലും തർക്കുത്തരം. നീ എവിടുന്ന് പഠിച്ചിതൊക്കെ? അപ്പോൾ ബബിത പറയാ, വേറെ എവിടുന്ന് പഠിക്കാനാ, ഇവിടുന്ന് തന്നെ. അതിൻ്റെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഈ വീട്, അതിൻ്റെ വൈസ് ചാൻസലർ അമ്മയും. മതി പ്രസംഗിച്ച്, എഴുന്നേറ്റു വാ, കിച്ചണിൽ വന്ന് വല്ലതും സഹായിക്കാൻ നോക്ക്. 3 നേരവും ഉരുട്ടി വിഴുങ്ങണ്ടേ കൃത്യസമയത്ത് തന്നെ? അപ്പോൾ ഞാൻ ഉരുട്ടാതെ വിഴുങ്ങിക്കോളാം, കൃത്യസമയത്ത് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. 5-10 മിനിറ്റ് തെറ്റിക്കോട്ടെ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ബബിതേ, നിന്നോടാ പറഞ്ഞത് എഴുന്നേറ്റ് വരാൻ. എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. 100 കൂട്ടം പണി ഇവിടെ കിടപ്പുണ്ട്, എനിക്ക് വയ്യ എല്ലാം കൂടി ചെയ്യാൻ. ഓ അത് ശരി, പക്ഷെ ഞാൻ എഴുന്നേറ്റ് വന്നാലും ഒന്നും ചെയ്യില്ല, ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ അമ്മ. ചെന്ന് അവളെ കൂടെ വിളിക്ക്. വേറൊരുത്തി കൂടി ഉണ്ടല്ലോ ഇവിടെ, കൊച്ചമ്മ ചമ്മിഞ്ഞിരിക്കുന്നവള്. അവളുടെ അടുത്ത് നാക്കിട്ട് അലച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും നടക്കാൻ പോലും ആയിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്താ ഈ ജോലിയെല്ലാം കൂടെ ചെയ്യുന്നത്. കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടന്നിട്ട് വന്നവളാണെന്നൊരു പരിഗണന പോലും ഒരെണ്ണത്തിനുമില്ല. ആര് പറഞ്ഞിട്ട് അമ്മ കാറും എടുത്തുകൊണ്ട് ഇവിടുന്ന് ചാടിപ്പോയത്? അതും ഞങ്ങളോടൊരു വാക്കുപോലും പറയാതെ. അതിൻ്റെ ഫലമല്ലേ കൈയും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതുമൊക്കെ. ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയ കോപം മതി. മതി മതി, നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോടി. പെറ്റ തളയോടാണെന്ന ഒരു വിചാരം വേണ്ടേ? ഒരു അന്യ സ്ത്രീയോട് കാണിക്കുന്ന അത്രയും മനുഷ്യത്വമല്ലേ എങ്കിലും ഉണ്ടോടി നിനക്കൊക്കെ? എന്നോട് വൈജയന്തി എന്തെന്നില്ലാതെ കോപത്തോടെ ബബിതയുടെ നേരെ തട്ടിക്കയറുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്നു. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അവൾ തിരിച്ചു പറയാൻ തുടങ്ങി, അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചരക്കല്ല. ഈ പറയുന്ന തന്തയും തളയും ഒക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ വിത്ത് പാകി മുളപ്പിച്ച് വളർത്തിക്കൊണ്ട് വരേണ്ട സാധനമാ. എന്നാലേ ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് വല്ലതും അങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റും. ഓ ശരി ശരി, എന്നാലേ തിന്നാ പാകമാവുമ്പോൾ കൊച്ചമ്മമാരെല്ലാം കൂടി ഊണുമുറിയിലോട്ട് അങ്ങോട്ട് വന്നേക്ക്. ഞാൻ അമ്മിക്കല്ല് പുഴുങ്ങി അവിടെ വെക്കുന്നുണ്ട്. വൈദ്യ ദേഷ്യത്തിൽ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു.
2 ദിവസത്തെ അവധി ചോദിച്ച് വീട്ടിൽ പോയ ഹോം നേഴ്സ് 3 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അതിനാൽ വീട്ടിലെ എല്ലാ ജോലികളും വൈജയന്തി തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇന്നലെ കൃഷ്ണജിയോട് മുറ്റം തൂക്കാൻ പറഞ്ഞിട്ട് അവൾ ചെയ്തില്ല. സ്റ്റഡി ലീവാണ്, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞവൾ മുറിയിൽ കയറി വാതിലടിച്ചു. മുറ്റമടിച്ചിട്ട് 2 ദിവസമായി. വീടിന്റെ ഉൾത്തടങ്ങൾ ഇന്നലെ മുതൽ തൂത്തു തുടച്ചിട്ടില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല. വൈജയന്തി ഇതുവരെ ഇങ്ങനെ വൃത്തിഹീനമായ ഒരു പരിതസ്ഥിതിയിൽ ജീവിച്ചിട്ടേയില്ല. മക്കളോടും 3 പേരോടും സഹായത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും അവരാരും സഹായിക്കാൻ വന്നിട്ടുമില്ല. പക്ഷെ തോറ്റുകൊടുക്കാൻ വൈജയന്തി തയ്യാറല്ല. കാരണം തോൽവി എന്നൊരു വാക്ക് വൈജയന്തിയുടെ നിഘണ്ടുവിൽ ഇല്ല. അടുത്ത ആഴ്ച മുതൽ കോളേജിൽ പോയി തുടങ്ങാമെന്നാണ് വൈജയന്തിയുടെ കണക്കുകൂട്ടൽ. സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഹാജർ വെക്കണം. ഇല്ലെങ്കിൽ വെക്കേഷൻ സാലറി കിട്ടാതെ പോയേക്കാം. വൈജയന്തിക്ക് ഇപ്പോൾ വൈകല്യമുണ്ടെന്ന് തോന്നാത്ത വിധം നടക്കുവാനും കഴിയുന്നുണ്ട്. ഉച്ചയൂണിൻ്റെ സമയമായപ്പോഴേക്കും വൈജയന്തി ചോറും കറിയും ഉണ്ടാക്കി. രോഹിത്തിനെ ഹോട്ടലിൽ പറഞ്ഞയച്ച് മീൻ കറി കൂടി വാങ്ങിപ്പിച്ചു. ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുക വൈജയന്തി ആരോടൊന്നില്ലാതെ പറയുകയാണ്, ഇന്നും കൂടി ഞാൻ ഇങ്ങനെയൊക്കെ തരും. നാളെ മുതൽ അവരവർ വേണമെങ്കിൽ വെച്ച് കഴിച്ചോണം. അപ്പോൾ രോഹിത്ത്, അതെന്താ അങ്ങനെ? എനിക്ക് വയ്യ, അത്ര തന്നെ. ഈ ഇല എടുത്ത് മറച്ചു വെക്കാൻ കഴിയില്ല ഒരൊറ്റ എണ്ണത്തിന്. നാളെ മുതൽ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തോണം. അതുപോലെ തന്നെ മുറ്റവും മുറിയും എല്ലാം തനിയെ ക്ലീൻ ചെയ്യണം. ഈ അമ്മ എന്ന് പറയുന്ന സാധനം മക്കളുടെ വേലക്കാരിയല്ല. അതെല്ലാവരും മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. അത് കേട്ടപ്പോഴേക്കും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് രോഹിത് ചോദിക്കുകയാണ്, നാണമാകുന്നില്ലേ അമ്മയ്ക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ? അമ്മ വന്നപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞങ്ങൾ 3 പേരും കൂടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ? ആരാ അതൊക്കെ നിർത്തലാക്കിയത്? മുറ്റമടിക്കുന്നതും ഡ്രസ് വാഷ് ചെയ്യുന്നതും വീട് തൂത്തു തുടയ്ക്കുന്നതും പ്ലേറ്റ് കഴുകുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം അമ്മ തന്നെയല്ലേ വിലക്കിയത്? ആ, നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും കൂടി സമയം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. മാത്രവുമല്ല ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ എന്നും വിചാരിച്ചു. പെട്ടെന്ന് ബബിത എടുത്തടിച്ചതുപോലെ ചോദിക്കുകയാണ്, മുഖത്ത് നോക്കി തന്നെ അമ്മ ഇങ്ങനെ കള്ളം പറയല്ലേ? അമ്മേ, അലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു അതെല്ലാം എന്ന് ഞങ്ങൾക്കെല്ലാം അപ്പോഴേ മനസ്സിലായതാ. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്ന ഹോം നേഴ്സിനും ഓരോ ഐറ്റത്തിനും പ്രത്യേകം പേയ്മെൻറ്റ് കൊടുത്താണ് അമ്മ ഓരോ ജോലിയും ചെയ്യിപ്പിച്ചതെന്നും ഞങ്ങൾക്കറിയാം. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണീ തെറ്റ്? ഒരിക്കലും ഒരു ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ചെയ്യേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? അമ്മ ഞങ്ങളുടെ ടൈം ടേബിൾ മുഴുവൻ തകർത്തു. ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, അമ്മ അത് വന്ന് കയറിയപ്പോൾ തന്നെ നശിപ്പിച്ചു. രോഹിത്തിൻ്റെ ഈ പരിഭവം പറച്ചിൽ കേട്ടുകൊണ്ട് വീണ്ടും വൈജയന്തി ആഞ്ഞടിക്കുകയാണ്. സ്വന്തം അമ്മയെ കൂടാതെ ഒരു യൂണിറ്റിയും ഈ വീട്ടിൽ ആർക്കും വേണ്ട. 2 ദിവസം കൂടി ഞാൻ നോക്കും അവൾ വരുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്കാരിയെ വെക്കും. നിന്റെ ഒന്നും ഒരു സഹായവും എനിക്ക് വേണ്ട. വൈജയന്തി ഇന്നേ വരെ ഒരു കാര്യത്തിനും ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇത് പറഞ്ഞിട്ട് അവൾ ജഗ്ഗിൽ ചെന്ന് ചൂടുവെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് പാർന്നതിന് ശേഷം കഴിക്കുവാനിരുന്നു. അപ്പോൾ ബബിത വൈജയന്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ്, അലീന ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നോ? ഇന്നലെ വിളിച്ചില്ല, മിനിങ്ങാന്ന് വിളിച്ചു. രോഹിയേട്ടൻ എൻ്റെ ഫോണൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കണേ. അതിനെന്തോ കുഴപ്പമുണ്ട്. ചിലപ്പോൾ മിസ് കോൾ കാണും, പക്ഷെ റിങ് ചെയ്യത്തില്ല. നിനക്ക് അലീന ചേച്ചിയെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കരുതോ? ഇത്രയും കേട്ടപ്പോഴേക്കും വീണ്ടും വൈജയന്തി പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്കാർക്കും വേറെ ഒന്നും പറയാനില്ല ഇവിടെ? അവളുടെ പേര് പോലും ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാ. തുടർന്ന് വൈജയന്തി കഴിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. വൈജയന്തി ഫോൺ അറ്റൻഡ് ചെയ്യാൻ എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണ തിരക്കുകയാണ്, ആരായിരുന്നു അമ്മേ അത്? റോങ് നമ്പർ ആയിരുന്നു. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഇക്കുറിയും വൈജയന്തി തന്നെ ചെന്ന് ഫോൺ എടുത്തു. എന്നിട്ട് ദേഷ്യത്തോടെ പറയുകയാണ്, റോങ് നമ്പർ ആണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഫോൺ വെച്ചിട്ട് അവർ വീണ്ടും ഊണുമേശയുടെ അരികിലേക്ക് എത്തിയതും പിന്നെയും ബെല്ലടിക്കുവാൻ തുടങ്ങി. ബബിതയാണ് എഴുന്നേറ്റത്. അമ്മ ഇവിടെ ഇരുന്ന് ഞാൻ പോയി ഫോൺ എടുത്തോളാം. വൈജയന്തി പറഞ്ഞു, വേണ്ട. വീണ്ടും തിരിച്ചു നടന്നു. കഴിഞ്ഞ് ബബിതയും പുറകെ ചെന്നു. വൈജയന്തി തിടുക്കപ്പെട്ട ഫോൺ എടുത്ത് സംസാരിക്കാൻ അവൾ ശ്രദ്ധിച്ചുമില്ല. പുറത്ത് പോയിരിക്കുകയാണ്, അറിയില്ല. പുറത്തു പോയി. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ. ഇത്രയും പറഞ്ഞ് വീണ്ടും വൈജയന്തി റിസീവർ താഴെ വെച്ചു.
പാതി വഴിക്ക് നിന്ന ബബിത സംശയത്തോടെ അമ്മയെ നോക്കി. എന്നിട്ട് വീണ്ടും ചോദിക്കാണ്, ആരായിരുന്നു അമ്മേ അത്? ബാലേട്ടൻ്റെ ഒരു ഫ്രണ്ടാ. ബാലേട്ടൻ ഇല്ലേ എന്ന് ചോദിച്ചു. പുറത്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത് അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെന്നല്ലേ? അപ്പോൾ ഞങ്ങളെ കൂടി അറിയാവുന്ന ഫ്രണ്ട് ആയിരിക്കുമല്ലോ. ഞങ്ങൾക്ക് കൂടി പരിചയമുള്ള ആളായിരിക്കില്ലേ? നിനക്കെന്താ ബബിതേ? പോയിരുന്ന് ചോറ് തിന്നാൻ നോക്ക് പെണ്ണെ. 1 മിനിറ്റ്. ബബിത വേഗം നടന്നു ചെന്ന് ഫോണിൻ്റെ കോളർ ഐ ഡി നോക്കി. എന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞു. അലീന ചേച്ചിയായിരുന്നു വിളിച്ചതല്ലേ? അപ്പോൾ മകളെ വെല്ലുന്ന ഭാവത്തോടു കൂടി വൈജയന്തി ചോദിക്കുകയാണ്, ആണെങ്കിൽ എന്താ? അമ്മ എന്തിനാ കള്ളം പറഞ്ഞത്? അമ്മ പറഞ്ഞല്ലോ റോങ് നമ്പർ ആണെന്ന്. വഴക്കുണ്ടാക്കുവാൻ പോവുകയാണെന്ന് രോഹിത്തിന് മനസ്സിലായി. വൈജയന്തിയും വിട്ടുകൊടുക്കുന്നില്ല. അവർ പറയുകയാണ്, ഞാൻ അങ്ങനെ പലതും പറയും. എൻ്റെ മക്കൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ മാത്രം മതി. വൈജയന്തിയുടെ സ്വരം കടുത്തു. ബബിതയാണെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. അവൾ ചോദിക്കുകയാണ്, അല്ല അലീന ചേച്ചി ആരെയാണ് അന്വേഷിച്ചത്? നിന്നെ തന്നെയാടി. എനിക്ക് മനസ്സിലായിരുന്നു. ഫോൺ തരാൻ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരുത്തിയും ഇങ്ങോട്ട് വിളിച്ച് സൊല്ലണ്ട. ഞാനാ ഈ ഇതിന് വാടക കൊടുക്കുന്നത്. ബബിതയ്ക്ക് ആകെ അലിശം കയറി. അവൾ പറയുകയാണ്, അമ്മയുടെ അല്ല അച്ഛൻ്റെ ഫോണാ ഇത്. അവൾ ചെന്ന് റിസീവർ എടുത്ത് ഇൻകമിംഗ് കോൾ നമ്പർ പ്രസ് ചെയ്യുവാൻ തുടങ്ങി. ബബിതേ, ഫോൺ അവിടെ വയ്ക്ക്. ഇല്ല, വെക്കില്ല. തല വെട്ടിച്ചുകൊണ്ട് ബബിത വീണ്ടും നമ്പർ ഡയൽ ചെയ്യുകയാണ്. വൈജയന്തി ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ഫോണിൻ്റെ ഹുക്കിൽ വിരലമർത്തി. കോൾ കട്ട് ചെയ്ത ശേഷം റിസീവർ പിടിച്ചു വാങ്ങി വെച്ചു. വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട. ഞാൻ വിളിക്കും. അമ്മയ്ക്ക് എന്താണ്? ബബിത വീണ്ടും റിസീവർ കവർന്നെടുത്തു. ആഹാ, അങ്ങനെയാണെങ്കിൽ അതൊന്നും കാണണമല്ലോ. ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. ബബിതയുടെ കണ്ണ് കലങ്ങി. അവൾ കയ്യിലിരുന്ന റിസീവർ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അത് പൊട്ടിയില്ല എന്ന് കണ്ടപ്പോൾ നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു. റിസീവർ 2-3 കഷ്ണങ്ങളാക്കി ചിതറിച്ചു കളഞ്ഞു. ഇതിന് ശേഷം ആ നിമിഷം തന്നെ വൈജയന്തി കൈ വലിച്ച് ബബിതയുടെ കവളത്ത് തന്നെ ഒരൊറ്റ പൊട്ടിയിരു നൽകി. ബബിത ഉടനെ ഫോണിൻ്റെ ടേബിൾ സെറ്റും കൂടി എടുത്ത് നിലത്തടിച്ച ശേഷം പറയുകയാണ്, ആരെയും വിളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കുന്തം ഇവിടെ വെച്ചിരിക്കുന്നത്? വേണ്ട, ഇനി ഈ വീട്ടിൽ ഈ സാധനം ആവശ്യമില്ല. ഇത്രയും പറഞ്ഞിട്ട് അവൾ ആ ടേബിൾ സെറ്റ് കുനിഞ്ഞങ്ങ് ഭിത്തിയിലേക്ക് വീണ്ടും എടുത്ത് നിലത്താഞ്ഞു. എന്നിട്ട് ടെലിഫോൺ പൊട്ടിയമർന്ന പല കഷ്ണങ്ങളായി. എന്നിട്ട് കലിയടങ്ങാതെ അവൾ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും തലങ്ങും വിലങ്ങും എറിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ വൈജയന്തിയുടെ മുൻപിലേക്ക് നീങ്ങി നിന്നു കൊടുത്തു. പറയുകയാണ്, അടിക്ക്. എന്താ അടിക്കാത്തത്? അടിക്കാനല്ലേ പറഞ്ഞത്? ഈ സമയത്ത് മുറ്റത്ത് കാറിൻ്റെ ഇരമ്പൽ കേട്ടു. അച്ഛൻ വന്നെന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് ബബിതയുടെ സമീപം ചെന്നു. പിന്നാലെ കൃഷ്ണജിയും എത്തി. ബബിത രോഹിത് അവളുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. വേണ്ട രോഹിത. പെട്ടെന്ന് ബബിത രോഹിത്തിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് കുതറി മാറി. അവളുടെ താടിയും ചുണ്ടുകളും ആ സമയത്ത് വിറകൊള്ളുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രമേനോൻ അകത്തേക്ക് കയറി വന്നു. ഇരുപ്പ് മുറിയിലെ രംഗം കണ്ടിട്ട് അയാൾ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രോഹിത്തെ ഇത്? ഒന്നുമില്ല അച്ഛാ. പെട്ടെന്ന് വൈജയന്തി കലിയോടുകൂടി നിലത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, കണ്ടില്ലേ മോളുടെ പേക്കൂത്ത്? ഫോൺ അടിച്ചു തകർത്തിരിക്കുകയാണ്. അവൾക്ക് വന്നൊരു കോള് കൊടുക്കാതിരുന്നതിന്. അപ്പോൾ രോഹിത്ത്, അലീന ചേച്ചി വിളിച്ചായിരുന്നു അച്ഛാ. അലീന ചേച്ചി വിളിച്ചപ്പോൾ അമ്മ ഫോൺ കൊടുത്തില്ല. അതുകൊണ്ട് ഫോൺ തല്ലിപ്പൊട്ടിക്കാമെന്നോ? വൈജയന്തി രോഹിത്തിനോട് കയർക്കുകയാണ്. ഇങ്ങനെയാണോ ഈ വീട്ടിൽ? എനിക്കതറിയണം. എൻ്റെ മക്കളെ ശിക്ഷിക്കാനും ശാസിക്കാനും അധികാരം എനിക്കുണ്ടോ ഇല്ലയോ എന്ന് ബാലേട്ടൻ പറ. ഇന്ന് ഫോൺ തല്ലിപ്പൊടിച്ചവൾ നാളെ എൻ്റെ തല തല്ലിപ്പൊടിക്കാനും മടിക്കില്ലല്ലോ. ബാലചന്ദ്രമേനൻ ബബിതയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇതൊക്കെ? നീയാണോ ഈ ഫോൺ തല്ലിപ്പൊടിച്ചത്? അതേച്ചാ, ഞാൻ തന്നെയാണ്. ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഞാൻ പൊട്ടിച്ചേനെ. നീ പൊട്ടിക്കൂ. ബാലചന്ദ്രമേനോന് ദേഷ്യം വന്നു. ഉടനെ രോഹിത് പറയാണ്, അച്ഛൻ ഇതിൽ ഇടപെടേണ്ട. ഇത് ഞങ്ങൾ തീർത്തോളാം. അത് പോരല്ലോ, എനിക്കറിയണ്ടേ? അറിയണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടടങ്ങണം. മാറി നിന്ന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ പോവാം. രോഹിത് ബബിതയുടെ കയ്യിൽ കടന്ന് പിടിച്ച് അവൾ അല്പം വിസമ്മതം കാട്ടിയെങ്കിലും രോഹിത് അല്പം ബലം പ്രയോഗിച്ച് അവളെ പിടിച്ചു നടത്തിക്കൊണ്ട് പോയി. റൂമിൽ എത്തിയ ശേഷം അവളെ കിടക്കയിൽ പിടിച്ചിരുത്തി. റിലാക്സ്, നീ ഇത്തിരി നേരം ഇവിടെ കിടക്ക്. ഇത് പറഞ്ഞിട്ട് അവൻ അവളുടെ തോളത്ത് പിടിച്ച് കട്ടിലേക്ക് കിടത്തി. ബബിത കിതപ്പോട് ചരിഞ്ഞു കിടക്കുകയാണ്. അനിയന്ത്രിതമായി പൊട്ടിത്തെറിക്കലിന് ശേഷം അവൾ ശാരീരികമായും മാനസികമായും ക്ഷീണിതയായിരിക്കുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ അവളോട് എങ്ങനെ പെരുമാറണമെന്നും അലീന അവന് പറഞ്ഞു കൊടുത്തിരിക്കുകയായിരുന്നു. രോഹിത് അവളുടെ തലയിലും നെറ്റിയിലും മൃദുവായി തലോടിക്കൊണ്ടേയിരുന്നു. ക്രമേണ ബബിതയുടെ കിതപ്പടങ്ങി. അലീന ചേച്ചിയോട് സംസാരിക്കണം.
നിനക്ക് ഞാൻ വിളിച്ചു തരാം. വേണ്ട രോഹിയേട്ടാ. ഏയ്, അല്ലെങ്കിൽ നീ തന്നെ വിളിച്ചോ. ഇതാ ഫോൺ, ഞാൻ തന്നേക്കാം. അവൻ പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്ത് നീട്ടി. എന്നിട്ട് വേണ്ട, അവൾ കൈ തട്ടി മാറ്റി. ആ ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. രോഹിത് എഴുന്നേറ്റ് പോയി. ഒരു മഗ്ഗിൽ വെള്ളം പിടിച്ചുകൊണ്ടുവന്ന് അവളുടെ വലത് കൈ പിടിച്ച് അതിൽ മുക്കി കഴുകി മഗ്ഗുമായി അവൻ തിരിച്ചു പോയി. ഈ ദിവസം മുഴുവനും അവൾ വിഷാദാവസ്ഥയിലായിരിക്കുമെന്ന് അവന് മനസ്സിലായി. വൈകുന്നേരം 4 മണിയോടെ മണിശങ്കർ എത്തിച്ചേർന്നപ്പോൾ കുടുംബാന്തരീക്ഷം അല്പം ഊഷ്മളമായി. മണിശങ്കർ എല്ലാവരുടെയും അടുത്ത് ചെന്ന് ക്ഷേമാന്വേഷണം നടത്തി. വൈജയന്തിയോട് ചോദിച്ചു, ഈ വീടിന് എന്തു പറ്റി? ആൻറ്റി, ഇത്രയും വൃത്തികേടായിട്ട് ഈ വീട് ഇതുവരെയും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ജോലിക്കാരി ഇവിടെ ഇല്ല. ഹോം നേഴ്സ് വീട്ടിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അല്ല, മുമ്പ് വന്നപ്പോഴൊക്കെ എന്തൊരു നീറ്റ്നെസ് ആയിരുന്നു. വേണ്ടാത്ത ഒരു സാധനം ഒരിടത്തും കാണാറില്ലായിരുന്നു. നല്ല പ്രകാശമുള്ള ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത് പോലെയായിരുന്നു ഇങ്ങോട്ട് എത്തുമ്പോൾ. പെട്ടെന്ന് വൈജയന്തി അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം അങ്ങ് പോയില്ലേ. അവൾ ഇവിടെ എല്ലാവർക്കും പ്രകാശമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആൻറ്റി കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആൻറ്റി പറഞ്ഞത് സത്യമാണ്. അലീന ഉള്ളവർക്ക് ഒരു പ്രകാശം തന്നെയായിരുന്നു. ആൻറ്റി അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഇരുട്ട് ഇവിടെ കാണാനുമുണ്ട്. ഇരുട്ട് ഈ വീട്ടിലല്ല മനു, നിന്റെ വീട്ടിലെങ്ങും അല്ലല്ലോ. അത് ഞങ്ങളങ്ങ് സഹിച്ചു. ഓക്കെ ആൻറ്റി, ഓക്കെ. ആൻറ്റിയോട് വഴക്കിന് ഞാനില്ല. തുടർന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ മണിശങ്കർ രോഹിത്തിനെ കണ്ട് സംസാരിച്ചു. അലീനെ വിളിക്കാറുണ്ടോ? നിന്നെ മിക്ക ദിവസവും വിളിക്കാറുണ്ട്. അവൾക്ക് അവിടെ സുഖമാണോടാ? രോഹിത്ത് മനുവിനെ ഒന്ന് പാളി നോക്കിയിട്ട് ചോദിക്കുകയാണ്. ഓഹോ, മനുവേട്ടൻ്റെ ചോദ്യം കേട്ടാൽ ഒന്നും അറിയില്ലാത്തതുപോലെയാണല്ലോ. എടാ, നീ വിചാരിക്കുന്നത് പോലെ അവൾ എന്നെ പതിവായിട്ടൊന്നും വിളിക്കാറില്ല. വല്ലപ്പോഴും 1-2 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ മനുവേട്ടൻ അങ്ങോട്ടങ്ങ് വിളിച്ചുകൂടെ? എന്താ, നമ്മൾ ആണുങ്ങളല്ലേടാ, അങ്ങോട്ട് കൂടെ വിളിച്ചാൽ നമുക്കൊരു വില ഉണ്ടാവുമോ? ഉടനെ രോഹിത് ചോദിക്കുകയാണ്, മനുവേട്ടൻ അറിയോ അലീന ചേച്ചി ശരിക്കും എവിടെയാണെന്ന്? മനുശങ്കർ പെട്ടെന്ന് അപകടം മണത്തു. എങ്കിലും അവൻ പറയുകയാണ്, കുളത്തുപുഴയിലാണെന്നറിയാം. കുളത്തുപുഴയിൽ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. അതേക്കുറിച്ച് എനിക്കൊരു പിടിയില്ല. മനുവേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെന്നോ റബ്ബർ കമ്പനിയിലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നമുക്കറിയാലോ അലീന ചേച്ചിക്ക് കള്ളം പറയാൻ അറിഞ്ഞുകൂടെന്ന്. എനിക്ക് തോന്നി അവൾ പറഞ്ഞത് കള്ളമാണെന്ന്. നിനക്ക് അങ്കിളിനോട് ചോദിച്ചുകൂടായിരുന്നോ? ചോദിക്കണം. മനുവേട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മനുവേട്ടാ. അലീന ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്നിടത്തെ അഡ്രസ്സ് മറച്ചു വെക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനും അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അലീന ചേച്ചി എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു മുഖം കാണിക്കുന്ന പ്രകൃതക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എടാ, അതൊരു പക്ഷേ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലോ, ആരും അങ്ങോട്ട് ചെന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ? VIP ഒന്നും അല്ലല്ലോ മനുവേട്ടാ. ബ്ലാക്ക് ക്യാറ്റിൻ്റെ ക്യാബിനിൽ കഴിയാൻ അലീന ചേച്ചി ഇവിടെ താമസിച്ചപ്പോൾ സംഭവിക്കുമായിരുന്നതിൻ്റെ 10-1 അപകടം പോലും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ആരും പോയി അങ്ങോട്ട് ഉപദ്രവിക്കില്ല. ഒളിവിൽ കഴിയേണ്ട യാതൊരു ആവശ്യവും അലീന ചേച്ചിക്കില്ല. ആ വാക്കുകൾക്ക് മറുപടി ഇല്ലായിരുന്നു മനുശങ്കറിന്. രോഹിത് ബുദ്ധിമാനാണെന്ന് അവന് നന്നായിട്ടറിയാം. അവനെ കബളിപ്പിക്കാൻ പറ്റില്ല. നീ സമാധാനപ്പെടാം. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാടാ. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറ, ബബിതയ്ക്ക് എന്താ പ്രോബ്ലം? അവള് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തു പോലുമില്ല. അപ്പോൾ രോഹിത് അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിനെ പറ്റി മനുശങ്കറിനോട് പറഞ്ഞു. മനുശങ്കർ ബബിതയുടെ മുറിയിലെത്തി. അവൾ ചുമരിലേക്ക് ചാരി കാലുകൾ നീട്ടി കിടക്കയിൽ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. നിന്റെ ഫോണിന് എന്ത് പറ്റിയടി? അറിയില്ല, അത് വർക്ക് ചെയ്യുന്നില്ലേ? ഇൻകമിംഗ് കോൾ ഒന്നും അതിൽ കിട്ടുന്നില്ല. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇല്ല, അലീന പറഞ്ഞിട്ടാ. അതിന് ഞാനെന്ത് വേണം? നിന്നെ വന്ന് കാണണമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചു. എന്നിട്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നിന്റെ അടുത്ത് വരണം, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റാരെ പറ്റി അവൾ ഒന്നും പറഞ്ഞില്ല. ഞാനാണല്ലോ ഈ വീട്ടിലെ കുഴപ്പക്കാരിയല്ലേ? എടി, അതൊക്കെ നിന്റെ തോന്നലാ. നിനക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹവും കരുതലും ആവശ്യമുണ്ടെന്ന് അവൾ പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ അവൾക്ക് ഒരു സ്പെഷ്യൽ കൺസെഷൻ ഉണ്ട് എന്നർത്ഥം. എനിക്കറിയാം മനുവേട്ടാ, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന്. മനുശങ്കർ ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ പ്രസ് ചെയ്തു. എന്നിട്ട് ബബിതയുടെ നേരെ നീട്ടി. നീ തന്നെ ചോദിക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന്. എനിക്ക് വേണ്ട ആരുടെയും ഫോൺ. എടി, റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോൺ എടുക്ക്. വേണ്ടെന്നല്ലേ മനുവേട്ട പറഞ്ഞത്?
മനുശങ്കർ ഫോൺ കാതോട് ഉയർന്നു റിങ് ചെയ്തു തീർന്നിട്ടില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അലീനയുടെ ശബ്ദം കേട്ടു. ഹലോ മനുവേട്ടാ. ആ അലീന, ഞാനിപ്പോൾ കടപ്പാട്ടൂരാണ്. ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാം. ബബിതയോടാണോ? ആഹാ, നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരോടും പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ ഹോൾഡ് ചെയ്യണോ മനുവേട്ടാ? മനുഷ്യങ്ക് പറഞ്ഞു, വേണ്ടെന്ന അർത്ഥത്തിൽ തല ചിരിച്ചു. എന്നിട്ട് ബബിതയോട്, ഇത് പിടിക്ക്, ചുമ്മാ കൊഞ്ചല്ലേ, വയസ്സ് 18 ആയി, ഇപ്പോഴും കുഞ്ഞുമായിട്ട് നടക്കുക. അപ്പോഴേക്കും ബബിത ഫോൺ വാങ്ങി ഗൗരവത്തോടെ ഒരു ഹലോ എന്ന് സ്നേഹലോലമായ വിളിവെച്ച് കേട്ടതും ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഫോണുമായി കട്ടിൽ നിന്നും എഴുന്നേറ്റു. അത് കണ്ട് മനുശങ്കർ പറഞ്ഞു, അവിടെ ഇന്ന് സംസാരിച്ചോടി, ഞാൻ അങ്കിളിനെ കണ്ട് വരാം. മനുശങ്കർ എഴുന്നേറ്റ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ അലീന ബബിതയെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബബിതയുടെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അലീന ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്